എന്റെ അമ്മേ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ എന്ത് പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കുക? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? എന്തുകൊണ്ട് കോപ്പിന് സ്വകാര്യം? ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. കള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ശ്വാസം പോവേ, ശ്വാസം സംസാരിച്ച പോക്ക. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ചെയ്ത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ. വാ. സാറേ കിട്ടി സാർ. എന്താ അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ? ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടിടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ മോളി എന്ന് ഡ്രസ് മാറ്. നന്നായിട്ട് ഡ്രസ് മാറല്ലേ? ഞാൻ മാറിക്കോളാം. അത് മാറിക്കോളും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂമിൽ ഉണ്ടാവും. അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. പിന്നെ ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാൻ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണം. എന്തിന് ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ. അടിക്കണം സാർ, അടിക്കണം സാർ. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം. എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ. നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല? ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. ആദ്യം ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഈ ടേബിൾ പിടിച്ച് സംഗതി ആകോളമായി. എന്താ? ആർട്സ് ക്ലബ് ഉദ്ഘാടനം ഡോക്ടർ ജോർജ് അറിയാനില്ലേ? അദ്ദേഹത്തിന് വരാൻ പറ്റില്ലെന്ന്. വേറെ എന്തോ കോൺഫറൻസ് ഉണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? സാറ് വിചാരിച്ചാൽ നടക്കും. വേറെ ഏതെങ്കിലും ഡോക്ടർ പകരത്തിന്. സോറി, ഇക്കാര്യം മാത്രം എന്നോട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ? ഈ ഒരു അവസരത്തില് സാറ് കൂടി ഒഴിയരുത്. പ്രസ്റ്റീജ് പ്രശ്നം. ഏയ് നന്ദു എന്തായി പറയണേ? കോളേജ് ഇനോഗ്രേഷൻ ഞാൻ വരാനോ? എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റുന്ന നിനക്ക് എന്താത്ര നിർബന്ധം? അയ്യോ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ സൈക്കാട്രിസ്റ്റ് സമയത്ത് കാല് മാറിയതുകൊണ്ടല്ലേ? അത് അയാളുടെ ആയുസിന്റെ ബലം കൊണ്ടാ. തമാശ പറയാനുള്ള സമയം അല്ല അങ്കിളേത്. യൂണിയൻ ഭാരവാഹികളൊക്കെ എന്റെ അടുത്ത് തന്നെയുണ്ട്. അവർക്ക് ആകെ ടെൻഷനില്ല. അങ്കിൾ കൂടി കൈ ഒഴിഞ്ഞാൽ അവരുടെയൊക്കെ മുഖത്തിന്റെ ഷേപ്പ് മാറും. എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേറൊരാളെ അയക്കാം. വെറുതെ കിടന്ന് കൂവാ. ഇതാ സൈക്കാട്രിസ്റ്റ്. ഡോക്ടർ ഗോൺസാൽവോസ് ആണോ? ഞാൻ ആരോഗ്യസ്വാമി. ഗോൺസാൽവോ സാറിന്റെ ബോഡി കണ്ടിട്ട് മേനോൻ സാർ അയച്ചതാണ്. ഗോൺസാൽവോസ് ഉണ്ടല്ലോ. മാറി നിൽക്കൂ. പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് ചേർന്ന് നിൽക്കൂ. സർ
സർവമംഗളാന് ഭവന്തു. എവിടെയാണ് സ്റ്റേജ്? ഫംഗ്ഷൻ തുടങ്ങാൻ അല്പം താമസം. തൽക്കാലം സ്റ്റാഫ് റൂമിലിരിക്കാം. താനാണോ രാജീവ്? അതെ. പ്രശ്നമുണ്ടല്ലോ. അല്ല, എന്ത് പ്രശ്നമാണ് സാർ? പറയാം. ആരോഗ്യം. ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ മേടിച്ചു വെച്ചോ. എവിടെയാണ് സ്റ്റാഫ് റൂം? ഇതാ അവിടെയാണ് സ്റ്റാഫ് റൂം. ആപത്തിക്കും കരണി. സോറി. സാറിന് അകത്തേക്ക് ഇരിക്കാം. ഞങ്ങൾക്ക് സ്റ്റേജിൽ ഇത്തിരി പണിയുണ്ട്. ഓക്കെ, താങ്ക് യു. കറിയാച്ചെത്തുന്നില്ലേ? അപ്പൊ നിനക്ക് എന്നെ ഓർമ്മയുണ്ട്. അത് പിന്നെ റൂം മേറ്റ് പറഞ്ഞാലും ബാർ മേറ്റിന് മറക്കാൻ പറ്റുമോ? അപ്പൊ ബാർമറ്റേ ഇയാൾ ഇവിടുത്തെ സ്വാമി? സ്വാമിയില്ല, ഡോക്ടറാ. മനസ്സുഖം വാരികയിലൂടെ ആയിരക്കണക്കിന് മനോരോഗികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള മഹാമനഃശാസ്ത്രജ്ഞനാ. എന്നിട്ട് എന്താ ഈ വേഷം? പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ. ചേട്ടൻ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? മണിച്ചിത്രത്താഴോ? ഇല്ല. എന്നാ കാണണം. അതിലെ സൈക്യാട്രിസ്റ്റിന്റെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ ഇദ്ദേഹത്തെ കണ്ടിട്ടാ. പിന്നല്ലാതെ നിന്നെ കണ്ടിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ സൂക്ഷിച്ചു. വല്ല വൈദ്യന്മാരെ കണ്ടാ ചിലപ്പം വലയിട്ട് പിടിച്ചു കളി. കരകുരുക്കുന്ന സാധനം ഉണ്ടാക്കാൻ. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൾവാസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കൂവലിന് ശക്തി പോരാ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം, കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുഞ്ഞുവാൻ പോണില്ല. നിങ്ങളിങ്ങനെ കൂവിയാ മാത്രം പോരാ. ക്ലാസുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. എന്നും കള്ളു കുടിക്കണം. ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം. ജീവിതത്തിലാകെ മിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ. ഓർമ്മകളെ കൈവെള്ളച്ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എങ്കിലേ ജീവിക്കാൻ ഒരു രസമുണ്ടാകും. ദ ഡിസ്ട്രിബ്യൂട്ടഡ് അട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് യൂസ്ലെസ് എന്നാണ് വ്ളാഡിമിർ പറഞ്ഞിരിക്കുന്നത്. മനസ്സാണ് പ്രധാനം. യാ മനശ്ചര്യ യാമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബിന്റെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു. നമസ്കാരം. എന്റെ ഭാര്യയാണ്. സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ്ങി. സോറി, കൂവലടക്കാൻ ഞാനൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് നടത്തിയതാ. ഓ, അങ്ങനെയാണോ? ഇറ്റ്സ് ഗുഡ്. പിന്നെ മിസ്റ്റർ ഗോൺസാൽവോസ്, നന്ദഗോപാലൻ സാർ ഒരുക്കിയ ഗാനമേളയുണ്ട്. സ്വല്പം കേട്ടിട്ട് പോകാം. സോറി ഫാദർ, എനിക്ക് സമയമില്ല. അത്യാവശ്യമായിട്ട് ഊളംപാറയിലെത്താം. അവിടെ വലിയ ഉദ്ഘാടനമാണോ? അല്ല, കുറച്ച് റെസ്റ്റ് എടുക്കണം.
എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. മൈ ഗോഡ്, ഐ സേ ഗെറ്റ് ഔട്ട്. സ്റ്റോപ്പ് ഇറ്റ്. ഇടിക്കണവനെ. ആ ചോ ഛേ, അപ്പോഴേ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല, ഇതാരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്. അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്. തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്. അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടാധീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതെ നിങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണിക്കട. അമ്മച്ചി നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയും കൂടി അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായു മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഉവ്വ് ഉവ്വ്. ഞാൻ ഉള്ളോടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇങ്ങനെ നിന്റെ കോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പ് ആരോടും വേണ്ടെന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല, ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് സ്റ്റാൻഡ് അപ്പ്.
നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. പൊട്ടിക്കരയുന്ന കുട്ടികളുടെ ഞെട്ടിപ്പിക്കുന്ന മനഃശാസ്ത്രം എന്ന ടൈറ്റിലിൽ ഡോക്ടർ ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ എഴുതിയ വിജ്ഞാനപ്രദമായ ഒരു സചിത്ര ലേഖനം ഈ ലക്കം മനസുഖം മാസികയിലുണ്ട്. മേനോൻ സാർ അത് മനസ്സിരുത്തി ഒന്ന് വായിക്കണം. ചന്ദ്രിക ചന്ദ്രമോഹനോ? അതാരാ? സോറി സാർ, ബിസിനസ് സീക്രട്ടാണ്. സാറിനോടായതുകൊണ്ട് ഞാനത് തുറന്നു പറയാം. എന്റെ തന്നെ മറ്റൊരു മുഖമാണ് ശ്രീമതി ചന്ദ്രിക ചന്ദ്രമോഹൻ. വണ്ടി പോട്ടെ. മിസ് ചിന്നമ്മയല്ലേ? മിസ് ചിന്നമ്മയല്ല, മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. എന്നെ മനസ്സിലായോ? ആരോഗ്യ യാസ്വാമി. എന്ത് പറ്റിയതാ? പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ആപ്പിലായൊരു നേതാവാ. മെന്റൽ ടെൻഷൻ കൊണ്ട് ആകെ കൺഫ്യൂഷനിലായി. ഇപ്പൊ ഗ്രൂപ്പിന്റെ കയ്യിലേ വായി വരൂ. മാടപ്രാവിന്റെ മനസ്സാണെങ്കിലും കോഴിപ്പൂവന്റെ സ്വഭാവ. അല്ല മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ എന്താ ഇവിടെ? ഡോക്ടർ ഗോൺസാൽവോ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? ഒരു മനോരോഗ പ്രശ്നം പറയാനാ. അദ്ദേഹം ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഈയിടാ. മാങ്കുട്ടി സാറിനെ കാണാൻ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു. എന്നെ കാണാനോ? നിനക്ക് ആള് തെറ്റിയാവും. അല്ല, അന്ന് നമ്മൾ കോളേജിൽ എത്തിയേണ്ട ചിന്നമ്മയില്ലേ, അവരാ കൺസൾട്ടിങ്ങിന് വന്നതാ. അവരോട് ഇങ്ങോട്ട് വരാൻ താൻ എന്തിനാ പറഞ്ഞ്? പിന്നെ എങ്ങോട്ട് വരാൻ പറയും? ഡോക്ടർ എന്ന് പറഞ്ഞ് ഇവിടുത്തെ അഡ്രസ്സല്ലേ കൊടുത്തിരിക്കുന്നത്. എന്നെ കൊണ്ടാ വേഷം കെട്ടിച്ചത് സാറ് തന്നല്ലേ. വേലിരുന്ന് പാമ്പിനെ പിടിച്ചു. കോളേജിൽ പറഞ്ഞയക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും ഈ മുറിയിൽ നിന്ന് തന്റെ കൺസൾട്ട് നടക്കുന്ന പ്രശ്നമില്ല. ഈ മുറി തന്നെ വേണമെന്ന് ആര് പറഞ്ഞു? വേറെ ഏതെങ്കിലും കൊള്ളാവുന്ന ഡോക്ടറുടെ മുറി എന്നാലും മതി. നമ്മുടെ VIP മുറി ഉണ്ടല്ലോ, അങ്ങോട്ട് പോയാലോ? എവിടെങ്കിലും കൊണ്ടുപോയി പ്രതിഷ്ഠിക്ക്. ഡോക്ടർ ഗോൺസാൽവോസ് റൂമിലുണ്ട്, ചെല്ലാൻ പറഞ്ഞു. ശരി. മിസ്സസ് ചിന്നമ്മ കറിയാച്ചൻ. അതെ. ഇരിക്കൂ. ചിന്നമ്മയ്ക്ക് പ്രശ്നമുണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലേ? പ്രശ്നം എനിക്കല്ല, ഹസ്ബൻഡിനാ. എന്നാ ഹസ്ബൻഡിനെയും കൂട്ടി വരായിരുന്നില്ലേ? അയ്യോ, അത് ഞാൻ അറിയാതെയാ വന്നത്. അറിഞ്ഞാ പിന്നെ അത് മതി. രോഗവിവരങ്ങൾ പറഞ്ഞാ മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന് അറിയാനാ ഞാൻ വന്നത്. എന്റെ ട്രീറ്റ്മെന്റിൽ ഇഞ്ചക്ഷനും സിസേറിയനും ഒന്നും യാതൊരു സ്കോപ്പുമില്ല. ഹോപ്പ്ലെസ് ആയ രോഗികളുടെ മാനസിക വ്യാപാരങ്ങൾ അപഗ്രഥിച്ച് സമീപനങ്ങളുടെ വ്യത്യസ്തതയിലൂടെ സുഖപ്പെടുത്തുന്ന ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് ഞാൻ അവലംബിച്ചിട്ടുള്ളത്. ചിഹ്നം ആ കിടുതാപ്പ് അവിടെ വയ്ക്കൂ. ആദ്യം രോഗി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. ഒക്കെ ഞാൻ പറയാം. I got it. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയാറ്. ആർക്കിട്ടും പാര വയ്ക്കരുതേ എന്ന് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുള്ളതാ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരയല്ല ഈ പാര. ഇതൊരു മനോവൈകല്യത്തിന്റെ ശാസ്ത്രീയ നാമമാണ്, ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ. ആദ്യം ചെയ്യേണ്ടത് ഭർത്താവ് മദ്യപിച്ച് വീട്ടിൽ വരുമ്പോ വാതിലടച്ച് കുറ്റിയിടണം. അങ്ങനെയാണ് ചെയ്യാറ്. അതിയനകത്ത് കയറിയ ഉടനെ ഞാൻ കുറ്റിയിടും. ഇതകത്ത് കയറ്റണ്ട, അതിന് മുമ്പ് കുറ്റിയിടണം. എന്റെ കർത്താവേ. കർത്താവല്ല, ഭർത്താവ്. എത്ര നിർബന്ധിച്ചാലും തട്ടി വിളിച്ചാലും തെറി വിളിച്ചാലും വാതിൽ തുറക്കരുത്. മേലിൽ മദ്യപിച്ചു വന്നാൽ വാതിൽ തുറക്കില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. എന്റെ ഈശോയെ, എനിക്ക് പേടിയാ. ഈ പേടിയാണ് നിങ്ങളെ അവസ്ഥ കൊണ്ടെത്തിച്ചത്. എടി മൊട്ടക്കാരൻ കുട്ടപ്പന്റെ മോളെ, ഇനി വാതില് തുറക്കാൻ, ഇല്ല ഞാൻ ചവിട്ടി പൊളിക്കും. തുറക്കണി വാതില്, വാതില് തുറക്കണി, ചവിട്ടി പൊളിക്കും. തുറക്കാൻ പറ്റിയല്ല. പറ്റുമല്ലേ? എടി ഇത് ഞാനാ, നിന്റെ കഴുത്തെ കുരിശ് കെട്ടിയോ? തുറക്കണി, ഏത് ഒടയതമ്പുരാനാണേലും കള്ളും കുടിച്ചോണ്ട് വന്നാൽ ചിന്നമ്മ വാതില് തുറക്കുകയല്ല. മനുഷ്യർക്ക് മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. മനുഷ്യരോ? അത് ശരി. അപ്പൊ ഞാൻ എല്ലാ സമയത്തും മനുഷ്യന്മാരെ കിടന്ന് അകത്ത് കിടത്തിരിക്ക അല്ലേ? ഇറക്കി വിടുന്ന നിന്റെ കള്ളം കാമുകനെ. എന്റെ ഈശോയെ, ഇത് എന്നതായി പറയുന്നത്? നിന്റെ സകല കള്ളത്തരങ്ങൾ ഇന്നത്തെ കൊണ്ട് ഞാൻ പൊളിക്കും. തുറക്കാൻ. നാട്ടുകാരെ വിളിച്ചു കൂട്ടി തൊണ്ടി സഹിതം പിടിപ്പിക്കുന്നതിന് മുമ്പ് മാനം വേണമെങ്കിൽ മര്യാദയ്ക്ക് തുറക്കാൻ. എന്റെ മാതാവേ.
കുത്തി നീ മുറത്തെ കയറി കുത്തുവരണം. ഏത് മുറം? നിനക്കൊന്നും അറിയില്ലല്ലേ, ഒരു അഭ്യുദയകാംക്ഷി. ഞങ്ങൾ ഇത്തിരി സന്തോഷത്തോടെ കഴിയുന്നത് നിനക്ക് ഇഷ്ടാവണ്ടല്ലടാ. ദേ ഞങ്ങളുടെ ബന്ധം തകർക്കാൻ നോക്കിയാലുണ്ടല്ലോ, അടിച്ച് നിന്റെ മുട്ടിയെ ഓടിക്കും. ഉയ്യേ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കരുതെന്നല്ലേ? എന്റെ മുട്ട തല്ലി ഒടിച്ചിട്ട് എന്റെ ഭാര്യയോടൊപ്പം നിനക്ക് പൊറുക്കണം. ആരാരുടെ മുട്ട തല്ലി ഒടിക്കുമെന്ന് നമുക്ക് കാണാം. വരൂ, കമ്മിങ്. ഇങ്ങോട്ട് സിറ്റ് ഡൗൺ. ഇരിക്കൂ. ആ പിന്നെ അണ്ണാമാരെ അവിടെ വെക്കൂ. പേഷ്യൻസ് മാത്രം ഇവിടെ ഇരുന്നാ മതി. അറ്റൻഡേഴ്സിനെ ആവശ്യമുള്ളപ്പോ വിളിക്കാം. ആ, ഫസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? കള്ളക്കാമുകനകത്തുള്ളത് കൊണ്ടാണ് വാതിൽ തുറക്കാത്തതെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. നാട്ടുകാരുടെ മുമ്പിൽ മാനം പോവാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. സാരമില്ല, നമുക്ക് സമീപനം മാറ്റാം. സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. എന്നതാ? സിഗ്മണ്ട് ഫ്രോയിഡ് തെറാപ്പി, അതായത് വശീകരണ തന്ത്രം. തികച്ചും മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. അതിന് എന്നാ ചെയ്യണം? ആദ്യം ഈ ചിണുകൾ ഉപേക്ഷിക്കണം, എന്നിട്ട് പുഞ്ചിരിക്കണം. കുളിച്ചൊരുങ്ങി കണ്ണെഴുതി പൊട്ടുതുണ്ട്, തലയിൽ മുല്ലപ്പൂവും ചൂടി ചിന്നമ്മ വീണ്ടും ഒരു മണവാട്ടിയാകണം. ഞാൻ വീണ്ടും ഒന്ന് കെട്ടണോന്നോ? നോ നോ നോ, മണവാട്ടിയെ പോലെ അഭിനയിക്കണമെന്ന്. ആദ്യ രാത്രിയിലേതെന്ന പോലെ കറിയാച്ചനെ മോഹിപ്പിക്കണം. കയ്യിൽ ഒരു ഗ്ലാസ് പാലിന് പകരം ബ്രാൻഡി, പ്ലേറ്റിൽ 1 കിലോ കറുത്ത മുന്തിരിക്ക് പകരം വറുത്ത കരിമീൻ. ദാമ്പത്യ ജീവിതത്തിൽ ഒടിവുകളും ചതവുകളും സാധാരണമാണ് സാർ. ബോഡി അറിയാതെ അത് സ്റ്റിച്ച് ചെയ്ത് ഡ്രസ് ചെയ്യുന്നതിലാണ് മിടുക്ക് കാണിക്കേണ്ടത്. ഇത് ബോഡിയുടെ പ്രശ്നമല്ലടാ സ്വാമി, മനസ്സിന്റെ പ്രശ്നമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപമില്ല. ഡോണ്ട് ബി എ പെസിമിസ്റ്റ്. ആത്മവിശ്വാസം കൈവടിയരുത്. ഇതൊക്കെ സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഡോണ്ട് ബി സില്ലി. പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനുള്ള സന്മനസ് അവള് കാണിക്കുന്നില്ലല്ലോ. കുട്ടിക്കാലിന്റെ സ്നേഹമുള്ളിടത്ത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന ഒരു ചെറിയ മഞ്ഞുതുള്ളി മതി, ഇല്ലേ മാങ്കുടി സാറേ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഡോണ്ട് വറി മിസ്റ്റർ നന്ദു, ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അട്ടിപ്പ ഉടയ്ക്കടാ. ഏയ് ഞാനെടുത്തില്ല. പെട്ടെന്നുണ്ടായ ടെൻഷനിൽ ബോധം കെട്ട് വീണൂന്നല്ലാതെ നന്ദുവിനിപ്പോ യാതൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചെറിയൊരു നമ്പർ, അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന മറ്റാരുമല്ലോ. അത് ശരിയാ, പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഒരു കള്ളം പറയാൻ. സത്യം മാത്രം പറയുന്ന ഒരു അരിച്ചത്രൻ. അതല്ലടോ, ഈ കളി പൊളിഞ്ഞാൽ ഇന്ദു സത്യം അറിഞ്ഞാൽ എനിക്ക് ധൈര്യമില്ലടോ. എനിക്ക് ധൈര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നു. ഇന്ദു തന്നെ വിശ്വസിക്കൂ. വൈ നോട്ട്? ഇന്ദിരയുടെ മുമ്പിൽ ഞാൻ മനസ്സുഖം മാത്രം കൂട്ടിയല്ല, ഡോക്ടർ ഗോൺസാൽവസ്, മനഃശാസ്ത്രം, മണിച്ചിത്രത്തായ. ഓക്കെ, കുറെ നേരം ആയാലോ രണ്ടാളും കൂടി മൂലയ്ക്ക് മുറുമുറുക്കാൻ തുടങ്ങിയിട്ട്. ഒന്നുമില്ല, ഞങ്ങളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ. ശരി ഡോക്ടർ, ഇവിടെ വന്നു. നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ പറ. ബാറിൽ തല്ലുണ്ടായ പരുക്കും വെച്ച് സെന്റിമെന്റ്സ് അടിച്ച ഒരിക്കൽ ഇന്ദിരയെ നിനക്ക് തിരിച്ചു തന്നില്ലേ? അതിന് നീ ഭാഗ്യമുള്ളവനാ. ഗോവേണിയിൽ നിന്ന് ബോധം കിട്ടു വീണ വകയില് നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാ. എങ്ങനെ? നിനക്കിപ്പോ എന്താ വേണ്ടത്? എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്നലെ നിന്നെ സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. നീ കണ്ണടച്ച് കിടന്നാ മാത്രം മതി. കിടക്കട. അല്ല എന്റെ ഇന്ദുട്ടി കിടക്കടാ ശൂലനാകട. കിടക്കണം. നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതെനിക്കറിയാലോ. പക്ഷെ അത് നന്ദേട്ടൻ എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിനോ ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നതുവരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ.
എന്റെ ഈശോ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും. എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ. ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? 1 മണിക്കൂർ വിട്ടു തരണം. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അതിന് മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞെന്ന് ഞാൻ കരുതി. My Jesus. ബ്രെയിൻ ഓഫ് ഇഞ്ചീനിയ ഒട്ടോപ്പിക്ക. എന്റെ ദൈവമേ, പേര് കേട്ടാൽ തന്നെ ഏതോ വലിയ മാരക രോഗമാണെന്ന് ആർക്കാ തോന്നാത്തത്? പിന്നെന്തൊക്കെ പറഞ്ഞു? ഈ രോഗം ബാധിച്ചവർക്ക് ദീർഘായുസ് ഉണ്ടാവില്ലെന്നും പറഞ്ഞു. ഇന്നെനിക്ക് മനസ്സുഖം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഒരു തമാശ കൂടി പൊട്ടിച്ചു. ഈ രോഗത്തിന് ലോകത്ത് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നും ഞാൻ പറഞ്ഞു. അപ്പൊ എയ്ഡ്സ് പോലുള്ള രോഗമാണെന്ന് കരുതി കാണും. വായടക്കട. എന്റെ ഈശ്വര, പിന്നെ എങ്ങനെയാ അവള് കരയാണ്ടിരിക്കണേ? ഇത്രയും വലിയ ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്തതെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. തൽക്കാലം കുറച്ച് നാളത്തെ കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഐ വിൽ ടെൽ യു എ ഫിലോസഫി. ശാപമുണ്ടെങ്കിലേ ശാപമോക്ഷം ഉണ്ടാവൂ. ആൻഡ് വൺ മോർ തിങ്, ജൂലിയസ് സീസർ എനിക്കിനി അവളുടെ മുമ്പിൽ വേഷം കെട്ടാൻ പറ്റില്ല. അവളുടെ സ്വഭാവം നിങ്ങൾക്ക് ശരിക്കറിയാലോ. ഇനിയും ഞാൻ അവളെ വിട്ടിയാക്കി എന്നറിഞ്ഞ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നത് എനിക്ക് ഒരു പിടിയില്ല. ഞാനൊക്കെ തുറന്നു പറയാൻ പോവാ. പെട്ടെന്നെങ്ങനെ തുറന്നു പറഞ്ഞ ഒന്നല്ല രണ്ടാ. തുറന്നു പറയാനുള്ള ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാ. വല്ലവനൊക്കെ പറഞ്ഞറിയുന്നില്ല നല്ലത് ഞാൻ തന്നെ പറയുന്നതല്ലേ. മാധവ, അവൻ അവിടെ ചെന്ന് ആകെ ചളാക്കൂ. ഇനി അവളെങ്ങാനും അമേരിക്കയിലോട്ട് വിളിച്ച് അളിയനെങ്ങാനും ഇങ്ങോട്ട് കെട്ടിയെടുത്താ എന്നാ സാറിന്റെ 16 അടി യന്ത്രം നടത്തിക്കൊണ്ടാ മതി. ഒരുപാട് നാളായി നല്ല ഒരു സത്യം ഉണ്ടിട്ട്. അതെ, ചെന്നിട്ടട. വയസ്സായ മനുഷ്യന് ഒരു മര്യാദയൊക്കെ വേണ്ടടാ. ഹലോ, അതെ അങ്കിളാ. വിവരങ്ങളൊക്കെ അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. അങ്കിൾ, മോള് കരയാതിരിക്കൂ. നന്ദോട് വരുന്നുണ്ട്. അച്ഛനാവാൻ പോവല്ലേ, ലേശം കഴിച്ചിട്ടുണ്ട്. മോള് വഴക്കൊന്നും പറയണ്ട. ഇല്ല. അയ്യേ, മോള് ധൈര്യമായിട്ടിരിക്കേ. അങ്കിളല്ലേ പറയണേ, ഒക്കെ ശരിയാവും. ഓക്കെ. കുടിച്ചൂല്ലേ? ആ, കുടിച്ചു. വരൂ. ഞാൻ എന്തിനാ കുടിച്ചെന്ന് നീ എന്താ ചോദിക്കാത്തത്? എന്തിനായാലും എന്താ, നന്ദേട്ടന് ഇഷ്ടമായിട്ടല്ലേ? നന്ദേട്ടന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ഓ, നീ ഇനിയൊന്ന് വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ എന്നോടൊന്ന് പിണങ്ങ്. എന്തിനാ പിണങ്ങണേ? എനിക്ക് ബോധ്യായി, മണിക്കൂറും മിനിറ്റും കണക്ക് കൂട്ടി അളന്നു തൂക്കി ജീവിക്കണത് ഒരു ജീവിതമല്ല. ഇത്തിരി ഉഴപ്പും മടിയും കുസൃതിയൊക്കെ കൂടുമ്പോഴേ ജീവിതത്തിനൊരു രസമുള്ളൂ. നന്ദേട്ടന് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ കുടിച്ചിട്ടിങ്ങനെ വണ്ടി ഓടിക്കണ്ടായിരുന്നു. അയ്യോ എന്റെ ഇന്ദൂട്ടി, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഇനി ഒന്നും പറയണ്ട. ഞാൻ നല്ല ബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? വാ. എന്റെ ഈശ്വര, ഞാൻ ഇനി ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ ഇന്ദൂട്ടി, എനിക്ക് ഒരേ അസുഖവും ഇല്ല. ഉണ്ടെന്ന് ആര് പറഞ്ഞു? പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആകെ മാറി. ലൈഫ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. നിന്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഒരു വിഷമമില്ല. നന്ദേട്ടൻ വിഷമിക്കാണ്ടിരുന്നാ മതി. ഓ എന്റെ ഇന്ദൂട്ടി, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടോ? ഇനിയെങ്കിലും ഒരു സത്യം ഞാൻ വെട്ടി തുറന്നു പറയാം. എനിക്ക് യാതൊരു അസുഖവും. കീപ് ക്വൈറ്റ്. അത്താഴവും കഴിച്ച് എന്റെ കുട്ടി സുഖമായി കിടന്നുറങ്ങണം. അയ്യോ, എന്ത് പറ്റി? തേങ്ങ കൊലം. സാറേ, കിട്ടി സാർ. എന്താ അത്? അത് ആ മെറ്റിൽഡ കമ്പനിക്കാർ കൊടുത്തയച്ച കുറച്ച് സാമ്പിൾ മെഡിസിൻ അല്ലേ? അതെ. കൺസൾട്ട് റൂമിൽ കൊണ്ടുവെക്കടാ. പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഘത്തിൽ വെച്ചാ മതിയോ അതോ എവിടെങ്കിലും കൊണ്ട് വെക്കടാ? ഇവന്റെ പറച്ചിൽ കേട്ട ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ. അല്ല, പിന്നെ അത്യാവശ്യത്തിന് വെപ്പാളപ്പെട്ടും തപ്പുമ്പോ കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാതിരുന്നാ മതി. സാമ്പിൾ. മോളി എന്ന് ഡ്രസ് മാറ്. നന്ദേട്ടൻ ഡ്രസ് മാറില്ലേ? ഞാൻ മാറിക്കോളാം. അത് മാറിക്കോളും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. ആ സിസ്റ്ററെ, ഞങ്ങള് കൺസൾട്ടന്റ് റൂം ഉണ്ടാവും. അവിടെ ഗൗരവതരമായ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് കഴിക്കാറുമ്പോൾ വിളിച്ചാൽ മതി. ആ പിന്നെ
ഡിസ്കഷൻ ഇടയ്ക്ക് തൊട്ട് നക്കാൻ അച്ചാറ് ഉപ്പേരി വല്ലതും വേണ്ടി വരുമോ? ചെല്ലി ചെല്ലി എന്തുപോലെ അറിയണ്ട. സോറി സാറന്മാരെ, ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നത് ഭീരുത്വമാണ്. സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞ് നടക്കണത് എന്തിന്? അമ്മാവാ ഇവൻ ചളാക്കുവോ? വേഷം കെട്ടെടുത്താണല്ലോ അടിച്ചതിന്റെ അടിക്കണം സാർ, അടിക്കണം സാർ. സാറിന്റെ ഉപ്പ് തിന്ന് വളർന്നാണ് ഈ തടി. അടിക്കണം സാർ. എടാ, ഉപ്പ് മാത്രം തിന്നാ പോരാ, ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം, എന്നാലേ അടി കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ടാവും. എടുത്തു വെക്കടാ. എന്താ മോളെ? ഊണ് വിളമ്പട്ടെ? വിളമ്പിക്കോ, നന്ദു ഇപ്പൊ വരും. ഞാൻ അവന് 2 ഔൺസ് മരുന്ന് കൊടുത്തിരിക്കുക. എന്ത് പറ്റി? ഒരു ചെറിയ തലവേദന. ഈശ്വര, പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ മാറും. മോള് എന്നെല്ലാം എടുത്തു വെക്ക്. ചെല്. ഇന്ദുവിന് സംശയമൊന്നുമില്ല. ഒരു സംശയമില്ല. നീ വെറുതെ കോൺഷ്യസ് ആയി സംശയം ഉണ്ടാക്കാതിരുന്നാ മതി. ഹലോ, ഡോക്ടർ മേനോൻ ഹിയർ. അങ്കിളെ, തോക്ക് തോക്ക്. ആര്? ഞാനോ? എനിക്ക് തോക്കാൻ മനസ്സില്ല. നീ വേണി തോക്ക്. അയ്യോ അല്ലങ്കിളെ, അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഏതമ്മാവൻ? അമേരിക്കയിലുള്ള ഇന്ദിരയുടെ അച്ഛൻ. ഇങ്ങോട്ടോ? എന്തിന്? കൊല്ലാൻ. മതകുട്ടി, അളിയനെത്തിണ്ട് അമേരിക്കന്ന്. വരട്ടെ. എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന? അളിയൻ ഇവിടെ ഒന്നില്ലല്ലോ. അങ്ങോട്ടെങ്ങനെ ഓടും? അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ? ആ തോക്കോ? ഫോറിൻ തോക്കാണോ? എങ്കിൽ വെടിപൊട്ടും ഷുവർ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. മാധവൻകുട്ടി എന്റെ കൂടെ വരണം. ഞാനോ? സോറി, എന്റെ മനഃശാസ്ത്ര സമീപനം അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തന്റെ മുമ്പിൽ ചാമ്പലാക്കി കളയാൻ ഞാൻ തയ്യാറല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ലെന്ന്. ഇല്ലാത്ത കള്ളത്തരങ്ങൾ മുഴുവൻ പറയിപ്പിച്ച് നീ മുങ്ങാനാണോ ഭാവം? കള്ളനോ? കയ്യെന്ന് വിട്. വരും പറയാതെ വിടുന്ന പ്രശ്നമില്ല. വരാൻ ഡോക്ടറെ. മതകുട്ടി, എന്നെ ഓടിക്കല്ലേ, എനിക്ക് പ്രഷറുണ്ട്. എന്ത് പ്രഷർ ഉണ്ടായാലും ഞാൻ കൂടെ വരുന്ന പ്രശ്നമില്ല. നീ വന്നുള്ള സത്യം പറഞ്ഞാൽ മതി. അമേരിക്കൻ മലയാളികളുടെ തല്ലുകൊള്ളാൻ എന്നെ കിട്ടില്ല. നിന്നെ കൂടി ഞാൻ പറയിപ്പിക്കും. കള്ളം തന്റെ. അയ്യോ, നല്ല പ്രഷർ. എന്റെ ദൈവമേ, അടി വരുമ്പോ കൂട്ടത്തോടെയാണല്ലോ ഇവിടെ ഇയാള്. അവിടെ അവര് ഒന്ന് നിന്നേ സാറേ. സാറേ ഒന്ന് നിക്ക് സാറേ. സാറേ ഈ സമ്മാനം തരാനാ. പണിക്കൊണ്ട് കൊടുത്താൽ മതി. എന്റെ പിന്നാലെ കൊടുത്തപ്പോ പിന്നല്ലാണ്ട് വേറെ. സാറേ ഒന്ന് നിന്നേ. അതെ മാക്കുട്ടി സാറേ, ബ്രേക്ക് പിടിക്കണം. ആൺകുട്ടിയുടെ എന്തിനാ ഓർണേ? തടിക്ക് കോട്ടം തട്ടാതിരിക്കാൻ ഓട്ടം നല്ലതാ. അത് ശരി. ഡോക്ടർ സാറിനെ കണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാണല്ലോ പോന്നത്. എന്ത് പുല്ല്? അമേരിക്കയിലെ സാറും നന്ദു സാറും ഇന്ദു സാറും വരുന്നുണ്ട്. എവിടെ? എന്റെ പുറകെ. ഞാൻ അവർക്ക് എസ്കോർട്ടായിട്ട് പോന്നതാ. കൊണ്ടുകൊടുക്കാമെന്ന് കരുതി ഉപ്പാപ്പന്റെ വീട്ടിൽ ചെന്നപ്പോ ഉപ്പാപ്പൻ പായ കൊടുത്ത് നിൽക്കുന്ന പറഞ്ഞ പോലെ ആയാലോ ഇത് ആരോഗ്യം. അതെ ഡോക്ടർ സാർ. അയ്യോ അയ്യോ, എന്റെ സൈക്കിള്. അങ്കിളെ ഒന്ന് നിന്നേ. നന്ദേട്ടാ, നന്ദേട്ടാ ഓടലേ, തല ഇറങ്ങും. മോളെ ഓടല്ലേ, വയറു കുലുങ്ങും. കടിഞ്ഞൂല്. അമ്മാവോ ഓടല്ലേ, നിക്ക്. ഓടിയാൽ അവർ വെടിവെച്ച് വീഴ്ത്തും. അമേരിക്കയിലുള്ള ഹിന്ദുവിന്റെ അച്ഛൻ തോക്കുമായിട്ട് വന്നിരിക്കുക. അമ്മാവ ഞാൻ പറയുന്നത് കേക്ക്. നന്ദേട്ടാ, നന്ദേട്ടാ ഓടലേ. മോളെ ഓടല്ലേ മോളെ. സാറേ ഒന്ന് നിക്ക് സാറേ. സാറേ നിക്കാൻ. ഒന്ന് നിക്ക് സാറേ. എന്റെ സൈക്കിള് തായോ. അയ്യോ എന്റെ സൈക്കിള് തന്നേച്ചു പോലെ. അമ്മാവ നിക്ക്. ഒന്നാമത് എന്താ അറിയോ, പറയുമ്പോ നന്ദേട്ടാ, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈശ്വര. അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ? അയ്യോ അത് വാടകയ്ക്ക് എടുത്തതാണ്. ബൈസിക്കിള് തന്നെ. എന്റെ ബൈസിക്കിള്. സൈക്കിള് തായോ. സൈക്കിള്. എടാ കള്ളാ
നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു കള്ളനോ? വണ്ടി ഇരിക്കട. സൈക്കിൾ തന്നേച്ചു പോലെ മാധവൻ കുട്ടിച്ചേട്ടാ, അയ്യോ എന്റെ ബൈസിക്കിളെ. വണ്ടി കുറച്ചുകൂടെ സ്പീഡ് വിടറ, കുറച്ചുകൂടെ സ്പീഡ് വിടറ വണ്ടി. ഇടിച്ചിരുന്ന അവനെ. പാറയപ്പുറന്മാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല. മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ ഹേപ്പ് തിരിച്ചു കളഞ്ഞില്ലേ? ഇടുപ്പിന് താഴോട്ട് ഞാൻ മറന്നു. ഇവരൊരു സമ്മാനം തരാനാ പുറകെ ഓടിയത്. ആഹാ, ഓ, എന്റെ കയ്യിലിരിപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്കിനി കിട്ടാനില്ല. എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവീൻ. ആമേൻ. പോടാ, ആമേൻ പറയാറായിട്ടില്ല. അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്നു പറയാനുണ്ട്. എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും. തൊഴടാ, തൊഴു. തല തകർന്നതാണേ. മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ അവസാന മൊഴി എന്ന നിലയ്ക്ക് ഇന്നിരിയുടെ അപേക്ഷയുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപിരിഞ്ഞ് ഇന്ദു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഉദിച്ച മനഃശാസ്ത്ര സമീപനമാണ് ബ്രെയിൻ ഓഫ് റെഞ്ചീനിയ ഓക്ടോപിക്ക. ഇങ്ങനെ ഒരു രോഗം ഈ ഭൂമിയിലെന്നല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അയ്യോ, നന്ദുവിന് യാതൊരു അസുഖവുമില്ല. ഇതാണ് സത്യം. മേനോൻ സാറ് പാവമാണ്. ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം. എന്തുട്ടി, നിന്നെ വീണ്ടും വിഡ്ഢിയാക്കിന്നറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീയോട്ട് സമ്മതിച്ചുമില്ല. എന്തുട്ടി, കരയരുത് പ്ലീസ്. എനിക്ക് സന്തോഷമായി. ഇനി മനസ്സുഖത്തോടെ മരിക്കാം. എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് സാറിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൂടെ? പിന്നെ ഓക്കേ.